അവർ പറഞ്ഞു ഈ ശശിയെയും അജിത് കുമാറിനെയും നിർത്തി ഇനി മുന്നോട്ട് പോയാൽ കേരളത്തിൽ പാർട്ടി ഉണ്ടാവില്ല എന്ന് പറയാം. ഞങ്ങൾക്കതറിയാം. കാരണം വലിയ പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക്, ലീഡർമാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ, മറ്റു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ്. പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സജീവമായി പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്. ആ നിലക്ക് നിങ്ങളെ പാർട്ടി സഖാക്കൾ നിങ്ങളത് കൺസിഡർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു മെമ്പർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കത് പറയാനുള്ള ഞങ്ങളെക്കാളുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളത് പറയണം. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിന്റെയും കൂടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് പബ്ലിക്കായി പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് ഈ ഘട്ടത്തിൽ ഇത് എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞിരുന്ന നേതാക്കന്മാർ പോലും പിന്മാറുന്ന ഘട്ടം വന്നു. അവർ പിന്മാറുന്നത് എപ്പോഴാണ്? ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അതിലേക്ക് ഞാൻ ഒരിക്കലും ചേർത്ത് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ആ നിമിഷം വരെ, അദ്ദേഹം എന്നെ തള്ളിപ്പറയുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയത് ഈ പി ശശിയുടെയും അജിത് കുമാറിന്റെയും കോക്കസിന്റെ അകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. ആ നിലക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തുമെന്നാണ് ഞാനും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഒറ്റയടിക്ക് എന്നെ തള്ളി പറയുകയും ഞാനാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് വരുത്തി തെക്കുന്ന രീതിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഞാൻ നടത്തിയ പരാമർശം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാ പറഞ്ഞത്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. ADGP അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ക്ലീൻ ഷീറ്റ് നൽകുകയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നൽകിയത്. അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള എന്താ പറയാ എന്റെ അന്വേഷണവും കണക്കുകൂട്ടലുകളുമാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് എന്നത്. മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും ഞാൻ അതിനെ തിരിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തതോടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഈ പറയുന്ന CPMന്റെ ലീഡർഷിപ്പ് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവാണ്. ആരാണോ എന്നെ ഇതിലേക്ക് നിയോഗിച്ചത് ആ ആളുകൾ പിന്നെ ഫോൺ എടുക്കാതാവുകയാണ്. ഞാൻ 2 ദിവസം ശ്രമിച്ചുള്ളൂ. 2ാമത്തെ ദിവസത്തോടു കൂടി ആ ഫോൺ വിളി ഞാൻ പരിപൂർണമായും നിർത്തി. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നും അവര് എന്താണ് ഉദ്ദേശിച്ചതെന്നും എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെടുകയാണ്. അവരുടെ ആവശ്യം ഇതൊരു പൊതു സമൂഹത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോയി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ആ സമയത്ത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ പറയണം പാർട്ടി സമ്മേളനം ആരംഭിക്കുകയാണ്, ഇത് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ചർച്ചകൾ ഉയർന്നു വരേണ്ടത്, അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടുപോകരുത്, ഈ പാർട്ടിയെ നിലനിർത്താൻ അതല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞവരാരും പിന്നെ എന്റെ ഫോൺ എടുക്കില്ല, എന്നെ അറിയില്ല. അപ്പോൾ അതാണ് ഒരു ഭാഗം. അത് നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതാണ് ഒരു ഭാഗം. 2ാമത്തെ ഭാഗം എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത്, ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLAക്കെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. നിങ്ങളത് ഇനി അത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല. ആ ഞാൻ ആ ഉന്നയിച്ച സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പ്, ആ ഡേറ്റും മാസമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് സമ്മേളനമാണ്, ആ സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പാണ് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ഒരു മനുഷ്യനെ എന്താ പറയാ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് എന്താ പറയാ ഏകാംഗമായി ആക്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പല ഘട്ടത്തിലും എനിക്ക് തോന്നി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പ് മായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. അന്ന് ആ സഭ പെട്ടെന്ന് എന്തോ ഒരു കാരണമുണ്ടായി വെച്ച ഡേറ്റിന്റെ ഒരു 3-4 ദിവസം മുമ്പ് സഭ ക്ലോസായി. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സഭ വരുമ്പോഴാണ് ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും
ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഒരു 150 കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. കൃത്യമായി എന്താ പറയുക, ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ്. MLA ഇത് ഉന്നയിക്കണം സഭയിൽ. അപ്പോൾ എനിക്കും ആവേശം വന്നു. സ്വാഭാവികമായി ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയ ഒരു പാർട്ടി ലീഡർഷിപ്പ് ഈ പറയുന്ന നിരപരാധിയായ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഈ രീതിയിൽ സഭയിലിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്കുണ്ടായ മാനസിക സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞു, എന്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അപ്പോ ഞാൻ വെറുതെ ഒരു വാക്ക് വെച്ചത്, വേറെ ആരെങ്കിലും ഒഫീഷ്യൽ ഉത്തരവാദിത്തപ്പെട്ട MLA മാർ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആരെങ്കിലും ഉന്നയിക്കല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പി ശശി പറഞ്ഞത് നിങ്ങൾ തന്നെ ഉന്നയിക്കണം, MLA ആണ് അതിന് ഫിറ്റ് ആയിട്ടുള്ള ആള്, MLA കൃത്യമായിട്ട് പറയണം. അങ്ങനെ ആ സഭ, അപ്പം ചോദിച്ചു ഇത് സഭാരേഖകൾ, അത് സ്പീക്കറുമായി സംസാരിച്ച് പാർട്ടി അതിന് പെർമിഷൻ എടുത്തോളൂ. നിങ്ങളത് മനസ്സിലാക്കണം, ഞാൻ ആ ഉന്നയിച്ച ആരോപണം വെറുതെ വിളിച്ചു പറഞ്ഞല്ല. സ്പീക്കർക്ക് പരാതി നൽകി, ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി, വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത്. അപ്പോ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ്. അങ്ങനെയാണ് അന്ന് അവരത് പറയുമ്പോൾ എനിക്ക് ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും എന്റെ ഈ വ്യക്തിപരമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിലും ആ പാർലമെന്റ് ഇലക്ഷന് മുമ്പുള്ള സമ്മേളനത്തിലാണ്, അതിന്റെ ഒരു 2, 3, 4, 5 മാസം മുമ്പാന്ന് തോന്നുന്നു എനിക്ക് ഇത് ഉന്നയിക്കപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത. അപ്പോ എന്നെ പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു. അവർ പറയുന്ന, അവരെഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം, ഞാനൊരു വാക്ക് ചോദിച്ചു, ശശിയേട്ടാ ഇതിൽ കാര്യം ശരി തന്നെയല്ലേ? പൂർണ്ണമായിട്ടും ശരിയാണ് MLA, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എന്റെ പ്രസംഗം എന്താ പറയാ ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യണം. കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രൈമ ഫേസി അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുത ഇല്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു. ഞാൻ പല ഘട്ടത്തിൽ അത് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിയിരിക്കണം എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ആ പ്ലാനിങ്. അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിന്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിന്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല.